ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില നാളുകൾക്ക് ശേഷം നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ ദൈവം തന്ന മനോഹരമായ സന്ദർഭത്തെ ഓർത്ത് ഞാനും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ചില കാര്യങ്ങൾ തന്നെ ചിന്തിക്കുകയും നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും അത് വളരെ കോംപ്ലിക്കേറ്റഡായ ഒന്നായിട്ട് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നോക്കുക, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ ക്രിസ്തീയ ജീവിതത്തെ വളരെ ലളിതമായിട്ട് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. അതായത് നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി. ഒരു ആ നിലയില് പ്യുവർ ആൻഡ് അൺഡിഫൈൽഡ് ഡിവോഷനാണ് നമ്മുടേത്. എന്ന് വെച്ചാൽ ഇത് മതത്തിന്റെ ഒത്തിരി ചടങ്ങുകളൊന്നുമില്ല. നമുക്കെന്താ ഉള്ളത്? ഒരാളുമായിട്ടുള്ള ബന്ധമാണുള്ളത്. ആ കർത്താവുമായിട്ട് ഉള്ള ഒരു ഭക്തിയാണുള്ളത്, ഒരു ഡിവോഷൻ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സ്നേഹവും നന്ദിയും ആദരവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്ന ഒരു അടുപ്പമാണ്. അങ്ങനെയുള്ള ഒരു ഡിവോഷൻ അത് കർത്താവുമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് സത്യത്തിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മളതിനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അതൊരു സിമ്പിൾ പ്യുവർ ഡിവോഷനാണ്, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേത് ശുദ്ധവും ആ നിലയിൽ പ്യുവറാണോ, അതുപോലെ തന്നെ അൺഡിഫൈൽഡ് ആണോ നമ്മുടെ ഭക്തി? അതൊക്കെ നമ്മളെ കൊണ്ട് നോക്കുകയില്ല. വളരെ ചുരുക്കം ദൈവഭക്തരായ മനുഷ്യർക്കൊക്കെ അത്തരം ഹോളിയായ ഒരു ലൈഫ് പറ്റുകയുള്ളൂ എന്നുള്ള നിലയിൽ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വാക്യം മുന്നോട്ട് വയ്ക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ വളരെ വളരെ വേഗത്തിൽ മനസ്സിലാകത്തക്ക നിലയിൽ അതൊരു സിമ്പിൾ പ്യുവർ ഡിവോഷനാണ് എന്നുള്ള നിലയിൽ അതിനെ പറയുന്ന ഈ വാക്യത്തിന്റെ ആത്മാവുമായിട്ട് നമ്മൾ ചേർന്ന് പോവുകയില്ല. നമുക്കതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും അതൊക്കെ അതിൻ്റെ സ്ഥാനം ഉള്ളപ്പോൾ തന്നെ ഇതെന്താണ്? ഒരാളുമായിട്ടുള്ള, കർത്താവുമായിട്ടുള്ള. ഏത് കർത്താവ്? നമ്മളെ സ്നേഹിച്ച് സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി എന്ന് പൊതുവായിട്ട് പറയാതെ ഓരോരുത്തരും സ്വന്തം നെഞ്ചിൽ കൈവച്ച് സ്വന്തം പേര് പറഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്. ആ കർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും ആ ഒരു ബന്ധമാണ് ഉള്ളത്. അതിന് സഹായകരമായിട്ടാണ് നമ്മുടെ കൂടിവരവുകളും വചന ശുശ്രൂഷയും വചന കേൾവിയും പ്രാർത്ഥനകളും എല്ലാം ആയിരിക്കുന്നത്. അതിൻ്റെ കേന്ദ്രത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ശുദ്ധമായ, അതുപോലെ തന്നെ നിർമ്മലമായ ഒരു ഭക്തി ഉണ്ടായിരിക്കണം. ആ ഭക്തി നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചടങ്ങുകളൊക്കെ നമുക്ക് നടത്താൻ കഴിയും. കർത്താവുമായിട്ടുള്ള ഡിവോഷൻ നഷ്ടമായി കഴിഞ്ഞിട്ടും ഞായറാഴ്ച ഇവിടെ വരാനും പരിപാടികൾ പഴയതുപോലെ നടത്താനും ഒക്കെ കഴിയും. പിശാച് അങ്ങനെ നമ്മളെ അതിൻ്റെ ആ വേഷം മാത്രം നിലനിർത്തി അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ പിശാച് പലപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപരമായിട്ട് കർത്താവിനോടുള്ള വ്യക്തിപരമായ ഒരു ഡിവോഷനാണ്, വ്യക്തിപരമായ ഡിവോഷനാണ്. ആ ഡിവോഷൻ എങ്ങനെയാ? ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ശുദ്ധമാണ്, പ്യുവറാണ്. ശുദ്ധം എന്ന് പറയുമ്പോൾ വിശുദ്ധി, പ്യുവർ, ഹോളിനെസ് എന്ന വാക്ക് ചിലർ പേടിക്കുന്ന ഒരു വാക്കാണ്. ഹോളിനെസ്, ദൈവം വിശുദ്ധനാണ്, അങ്ങനെ വിശുദ്ധിയാണോ എൻ്റെ കർത്താവുമായിട്ടുള്ള ഡിവോഷൻ എന്നുള്ള നിലയിൽ ചിലർ പേടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചില രംഗങ്ങളിൽ വേണ്ടത്ര ഒരു വിശുദ്ധി വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ ചിന്തയിലോ കാണാതെ വരുമ്പോൾ പ്രത്യേകിച്ചും ഈ വാക്കൊക്കെ നമ്മളെ പേടിപ്പിക്കും.
വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും എനിക്കുള്ളതല്ല, ആരോ വിശുദ്ധന്മാരായ ആളുകൾക്കൊക്കെ ഉള്ളതാ, അല്ലാതെ എന്നെ പോലുള്ള പാവപ്പെട്ട ഒരാൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും പുറകോട്ട് വലിയാനും ഉള്ള ഒരു സാധ്യത പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നോക്കുക, ഈ വിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്യുവർ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ? സത്യത്തിൽ ആ വാക്ക് എന്ന് പറയുന്നത്, ദൈവം ആളുകളെ വിശുദ്ധരായിട്ട് എണ്ണുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സെപ്പറേറ്റഡ് ആണ്. ഈ കാര്യത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച എല്ലാവരെയും ദൈവം എന്ത് ചെയ്യുന്നു? വിശുദ്ധരായിട്ട് എണ്ണുന്നു. സെപ്പറേറ്റഡ് അൺ ടു ഗോഡ്. ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരെയെല്ലാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധിക്കപ്പുറത്ത് അവരങ്ങനെ സെപ്പറേറ്റഡ് ആകുമ്പോൾ തന്നെ അവരെ വിശുദ്ധർ എന്ന് ദൈവം സ്വർഗം ആ നിലയിൽ പ്രഖ്യാപിക്കുക ചെയ്യുന്നു. അപ്പോ അങ്ങനെ സ്വർഗം വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച ചില ആളുകളുടെ ജീവിതത്തിൽ ചിലപ്പോ ചില പാകപ്പിഴകൾ നമ്മൾ കണ്ടാലും നമ്മൾ എന്താ കരുതേണ്ടത്? സെറ്റ് അപ്പാർട്ട്. ദൈവം ഇവരെ വേർതിരിച്ചിരിക്കുന്നു. വേർതിരിക്കുക, സെറ്റ് അപ്പാർട്ട്. വേർതിരിക്കുന്നതാണ് അതിനെ പറയുന്ന ഒരു വാക്കാണ് വിശുദ്ധി. സ്വർഗം അങ്ങനെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. പൗലോസ് ആദ്യം കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ എന്നാ വിളിച്ചേക്കുന്നത്. കൊരിന്തിലുള്ള വിശുദ്ധന്മാര്. ശരി, ഈ വിശുദ്ധന്മാര് എന്താ ചെയ്യുന്നതെന്ന് അറിയാമെന്ന് വെച്ച് നമ്മൾ അധ്യായങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ അയ്യോ എന്തൊക്കെയാ ഇവരീ കാണിക്കുന്നത്? വിശുദ്ധന്മാരെന്നാണ് പേര്, പക്ഷേ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വിശുദ്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല. പൗലോസ് എന്തിനാണ് ആ കാര്യങ്ങൾ തുറന്നെഴുതുന്നത്? അവരുടെ ജീവിതത്തിലെ ചില പാകപ്പിഴകളുണ്ട്. ആ പാകപ്പിഴകൾ 1, 2, 3 എന്നക്കമിട്ട് പറഞ്ഞ് അത് മാറ്റണം. നിങ്ങളെ കർത്താവിനോടുള്ള ഒരു ലളിതവും നിർമ്മലവുമായ ഒരു ഭക്തി മുറുകെ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്ന് വിമോചനം വേണം എന്നവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് 1 കൊരിന്ത്യർ എന്ന് പറയുന്ന ആ ലേഖനം എഴുതുന്നത്. പക്ഷേ ഞാൻ പറയാൻ വന്നത്, അങ്ങനെ അവരുടെ ജീവിതത്തിലെ പാകപ്പിഴകൾ നമ്മൾ അതിൽ വായിക്കുമെങ്കിൽ പോലും അവരെ എന്താ പറഞ്ഞേക്കുന്നത്? കൊരിന്തിലെ വിശുദ്ധന്മാര്. എങ്ങനെയാ അവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ ഒക്കുന്നത്? ഇവരുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ ഒരു പൊതുവേദി പോലും നമുക്ക് പലപ്പോഴും അത് പറയാൻ പറ്റാത്ത മട്ടം ഉള്ള ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവര് വിശുദ്ധന്മാര് എന്ന് പൗലോസ് വിളിക്കുന്നത്? അവര് ആ കൊരിന്ത് പട്ടണത്തില് ജാതീയമായ ആചാരങ്ങളും ജാതീയമായ രീതികളും ഒക്കെ ഉണ്ടായിരുന്ന, വിശ്വാസങ്ങളും ഉണ്ടായിരുന്നിടത്ത് നിന്ന് അവരെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു. അവരെ സെറ്റപ്പാർട്ടായി. അതുകൊണ്ട് അവരുടെ പേരെന്തായി? കൊരിന്തിലെ വിശുദ്ധന്മാര് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു ശരിയാണ്, സ്നാനപ്പെട്ടു ശരിയാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം എന്ന് പറഞ്ഞ് പിശാച് പല നിലയിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ കാണുകയും അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും വേണം. അല്ലാതെ അതിനെ ലഘുവായി എടുക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും അത് വേണം. പക്ഷേ പിശാച് അതിനെ തുടർന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് നേരെ ഗൗരവമായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയണം, ഞാൻ കുടമാളൂരെ വിശുദ്ധനാണ് എന്ന് പറയണം. പ്രിയമുള്ളവര്, നമ്മൾ ആരാണ്? സ്വർഗം വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച വിശുദ്ധന്മാരും വിശുദ്ധമതികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ പേരിനൊപ്പം നമ്മുടെ രീതിയും വരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പ്രവർത്തിച്ച് വിശുദ്ധരാവുകയല്ല. നമ്മൾ വിശുദ്ധരായതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക ചെയ്യേണ്ടത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പ്രവർത്തിച്ച് നല്ല കാര്യം ചെയ്ത് വിശുദ്ധരാവുകയല്ല. മറിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, നമ്മൾ കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടപ്പോൾ,
സ്വർഗം നമ്മളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പേരിനനുസരിച്ച് വേണമല്ലോ നമ്മുടെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ആ നിലയിൽ വിശുദ്ധരാക്കിയ സ്വർഗത്തെ മാനിച്ച് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത്, വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നോക്കുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? നമ്മള് വിശുദ്ധരാണ്, അതുപോലെ തന്നെ നിർമ്മലരാണ്. ഈ നിർമ്മലർ എന്ന് പറയുമ്പം അൺഡിഫൈൽഡ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അവിടെ ഉപയോഗിച്ചേക്കുന്നത്. നമ്മള് സ്വർഗം നമ്മളെ വേർതിരിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തെ ഒന്നാമത്തേതായി എന്തായി? വിശുദ്ധരായി, ഹോളിയായി, പ്യുവറായി. രണ്ടാമത്തേത് അൺഡിഫൈൽഡ് എന്ന് പറയുന്നതോ, അൺഡിഫൈൽഡ് എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് നമ്മള് കൂട്ടുചേർത്ത് ചിലതിനെ മാലിന്യം, നമുക്കറിയാമല്ലോ, ചില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില സാധനങ്ങളുടെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ചില കാര്യങ്ങളിലൂടെ ചേർത്ത് അങ്ങനെ അതിന്റെ ആ പ്യൂരിറ്റി അങ്ങ് നഷ്ടപ്പെടുത്തും എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തായി പോകരുത്? നമ്മൾ ആ നിലയിൽ ഡിഫൈൽഡ് ആയി പോകരുത്. മറിച്ച് നമ്മൾ അൺഡിഫൈൽഡ് ആയിട്ട്, നിർമ്മലരായിട്ട് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് വേണം? നമ്മൾ അവിടെ നമ്മുടേതായ ഒരു പങ്ക് നമ്മൾ അവിടെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എന്താ ആ പങ്ക്? എന്താ? പലപ്പോഴും പിശാച് നമ്മളെ ഇതിൻ്റെ അകത്ത്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നമ്മുടെ ആ കാര്യത്തോട് ചില കാര്യങ്ങളിലൂടെ കൂട്ടുചേർക്കലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ആ വിശുദ്ധ ജീവിതത്തിൻ്റെ, നമ്മുടെ ആ ഡിവോഷന്റെ ആ സിംപ്ലിസിറ്റി നഷ്ടപ്പെടുത്തി അതിനെ കുറച്ചുകൂടെ വലിയ എന്തോ ആക്കി, തെറ്റായ ചില ഭാവങ്ങൾ വന്ന്, നിഗളങ്ങൾ വന്ന്, അങ്ങനെ ചില കാര്യങ്ങളൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു തരത്തിൽ നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് തന്നെ പുകഴ്ച ഉള്ളവരായിട്ടൊക്കെ നിൽക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ഡിഫൈൽഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിയെ നമ്മൾ നിർമ്മലമായിരിക്കേണ്ട ആ ഭക്തിയുടെ കൂടെ ചില കാര്യങ്ങളോടൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ആ ഭക്തിയിൽ പുകഴുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. അതുണ്ടാകരുത് എന്നാണ് ഈ രണ്ടാമത്തെ ആ ഭാഗം നമ്മളോട് പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വന്ന ചില ആളുകളുണ്ടായിരുന്നു. ആരൊക്കെയാ? പാപികളായ സ്ത്രീകൾ വന്നിട്ടുണ്ട്, ചുങ്കക്കാരായ ആളുകള്, അവര് മാനസാന്തരപ്പെട്ട, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം, കർത്താവുമായിട്ട് ഉള്ള താരതമ്യത്തിൽ അവരവരുടെ ജീവിതത്തിന്റെ ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകാനായിട്ട് മാനസാന്തരപ്പെട്ട് വരുന്ന ചുങ്കക്കാരും പാപികളും അവരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ കർത്താവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരുന്ന ആളുകള് പരീശന്മാരും ശാസ്ത്രിമാരും. അവരെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദ മതത്തിലെ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്തായി തീർന്നു? അവര് ഒരു സ്വയ പുകഴ്ചയുള്ളവരായി തീർന്നു. തങ്ങളുടെ വിശുദ്ധി സംബന്ധിച്ച്, തങ്ങളുടെ ആ പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച്, തങ്ങളുടെ ഭക്തി സംബന്ധിച്ച്, ദൈവത്തോടുള്ള അവരുടെ ഭക്തിയാണ് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അതിലാണ് പുകഴുന്നത്. പക്ഷെ ആ പുകഴ്ച എന്താണ്? കൂട്ടിച്ചേർക്കലാണ്. കർത്താവ് എന്ത് ചെയ്തു? അവരെ അകറ്റി നിർത്തി. ഈ ഭക്തിയിൽ, ഒരു കർത്താവിനോടുള്ള ഭക്തിയിൽ എന്ത് വേണം? അങ്ങനെ ഒരു അവരെടുത്ത ആത്മീയ നിലപാടിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു പുകഴ്ചയെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല നമുക്ക് നിഗളിക്കാൻ ഒക്കുന്നത്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും നിഗളിക്കാം. നമ്മള് വ്യക്തിപരമായിട്ട് ഞാൻ വളരെ ഭേദമാണ് ഭേദമാണെന്ന് പറയുമ്പോൾ മറ്റൊരാളുമായിട്ടൊരു താരതമ്യം വന്നു. ഇന്ന ആളിനെ പോലൊന്നുമല്ല ഞാൻ, ഇന്ന ആളിനെ പോലൊന്നുമല്ല, ഇന്ന സൗകര്യ പോലൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ്.
നോക്കുക, അങ്ങനെ വരുമ്പോ ദൈവത്തോടുള്ള നമ്മുടെ അൺഡിഫൈൽഡ് ആയിട്ടുള്ള ആ ഡിവോഷനെ എന്ത് പറ്റുക? അവിടെ ചില കൂട്ടിച്ചേർപ്പ് വരിക. എന്താ ആ കൂട്ടിച്ചേർപ്പ്? ആ കൂട്ടിച്ചേർപ്പ് എന്ന് പറയുന്നത് ആത്മീയ നിഗളമാണ്. ദൈവം അങ്ങനെ ആത്മീയ നിഗളമുള്ളിടത്തും ദൈവം അതിനോട് ചേർന്ന് നിൽക്കുകയില്ല. നിഗളം ഒരിക്കലും ദൈവത്തിന്, അത് ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചാകട്ടെ ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ചാകട്ടെ, നിഗളത്തോട് കർത്താവിന് കൂട്ടിച്ചേർന്ന് നിൽക്കാനൊക്കെയില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവരവരുടെ ആത്മീയതയെക്കുറിച്ച് തന്നെ പുകഴ്ചയുള്ളവരായിരുന്നപ്പം കർത്താവ് എന്തോ ചെയ്തു? അവരെ ശാസിക്കുകയും അവരിൽ നിന്ന് അകലം പാലിക്കുകയും, എന്നാൽ മാനസാന്തരപ്പെടുന്ന തങ്ങളുടെ ജീവിതത്തിന്റെ ആ നിലയിലുള്ള ഒരു തകർച്ചയോടെ കർത്താവിനെ അന്വേഷിക്കുന്ന പാപിനികളും ചുങ്കക്കാരുമായ ആളുകളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ കർത്താവ് ചേർത്ത് പിടിച്ചത് പോലും ആർക്കിഷ്ടപ്പെട്ടില്ല? പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടപ്പെട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നോക്കുക. 15-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം നോക്കുക. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ചുങ്കക്കാരും പാപികളും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാൻ കർത്താവിന്റെ അടുക്കൽ വന്നു. അന്നേരം ഇത് കണ്ടുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ഇത് കണ്ടുകൊണ്ട് നിന്ന് അവര് എന്തോ ചെയ്തു? അവര് പറഞ്ഞു, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പരീശന്മാരും ശാസ്ത്രിമാരും ആ നിലയില് പിറുപിറുത്തു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. നോക്കുക, കർത്താവിന്റെ അടുത്ത് രണ്ടു കൂട്ടര്, അതില് ചുങ്കക്കാരും പാപികളും എന്ത് ചെയ്തു? അവരവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ട് കർത്താവ് അവരെ സ്നേഹിക്കുന്നത് കണ്ട് അവരെ കർത്താവിനോട് അടുത്ത് ആ നിലയിൽ അവർ മാനസാന്തരപ്പെട്ട് അവര് സന്തോഷമുള്ളവരും അവര് ശുദ്ധരും നിർമ്മലരും അങ്ങനെ കർത്താവിനോടുള്ള ഒരു ഡിവോഷൻ ഉള്ളവരും ഒരു ഭക്തി ഉള്ളവരുമായി തീർന്നു. എന്നാൽ മറുവശത്ത് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഇത് കണ്ട് പിറുപിറുത്ത് അവര് മാറി നിന്ന്. എന്തുകൊണ്ടാ അവരെങ്ങനെ മറ്റവരെ പോലെ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാഞ്ഞത്? ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് തന്നെ അവർക്കൊരു മതിപ്പുണ്ടായിരുന്നു, അവർക്കൊരു നിഗളമുണ്ടായിരുന്നു. ഞാൻ അങ്ങനൊന്നുമല്ല, ഞാൻ ഇന്നിന്റെ പോലൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള ആ നിലയിലുള്ള ആത്മീയതയുടെ പേരിലുള്ള ഒരു അഹങ്കാരമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും മീറ്റിങ്ങുകൾക്കൊക്കെ ക്രമമായിട്ട് വരികയും പഴയ ജീവിതത്തിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ നമ്മളും ക്രമേണ ഒരു പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ശാസ്ത്രിമാരും പരീശന്മാരെയും പോലെ ആ നിലയില് അൺഡിഫൈൽഡ് ആയിട്ടുള്ള നമ്മുടെ ഭക്തിയെ മാറി അത് ഡിഫൈൽഡ് ആയി പോകാൻ, അതിനോട് നിഗളവും നമ്മുടെ പൊങ്ങച്ചവും ഒക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ അത് ഡിഫൈൽഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര നാൾ മുന്നോട്ട് പോയാലും ദൈവസന്നിധിയിൽ എന്തായിരിക്കണം? ദൈവസന്നിധിയിൽ തകർച്ചയോടും നുറുക്കത്തോടും ആ നിലയിൽ ദൈവസന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ ഒരു പ്രത്യേകത, തകർന്നു നുറുങ്ങിയുള്ള ഒരു ഹൃദയത്തെ അവിടുന്ന് എന്ത് ചെയ്യില്ല, അവിടുന്ന് നിരസിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഒത്തിരി മെച്ചപ്പെട്ടു, നമ്മുടെ ആത്മീയ നിലപാട് ഒത്തിരി മെച്ചപ്പെട്ടു, പഴയ പോലൊന്നുമല്ല, ശരി, സമ്മതിച്ചു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് വേണം? ദൈവസന്നിധിയിൽ വരുമ്പോൾ, കർത്താവേ, എനിക്കിനിയും വളരെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്, ഇനിയും എനിക്ക് മുന്നോട്ട് പോകാനുണ്ട്, നീ എന്നെ സഹായിക്കാതെ കഴിയയില്ല എന്നുള്ള നിലയിൽ ഒരു പാപിയെ പോലെ, ഒരു പാപിനിയായ സ്ത്രീയെ പോലെ, ഒരു ചുങ്കക്കാരൻ്റെ ആ നിലയിലുള്ള ഏറ്റുപറച്ചിൽ പോലെ നമ്മളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാ? അങ്ങനെ ആയിരുന്നാൽ കർത്താവിന് നമ്മളോട് അടുത്ത് നിൽക്കാൻ, തൻ്റെ ഹൃദയം നമ്മോട് ചേർത്ത് വെക്കാൻ തനിക്ക് കഴിയും. അല്ലാതെ
നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൈവരിച്ച ആത്മീയതയെക്കുറിച്ച് ഒരു നിഗളവും ഒക്കെയാണ് ക്രമേണ നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് ഈ പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെ അകന്നു പോകുന്നത് സംഭവിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരീശനും അതുപോലെ തന്നെ പാപിനിയായ ആളും അല്ലെങ്കിൽ ചുങ്കക്കാരനും ഇവരൊന്നിച്ച് കർത്താവിൻ്റെ അടുത്ത് വരുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു രംഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 36 മുതൽ ആ അധ്യായം തീരുന്ന വരെയുള്ള ഭാഗങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ പരീശന്മാരിൽ ഒരുത്തൻ കർത്താവിനെ തൻ്റെ വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. ആ പരീശന്റെ പേരെന്താ? ആ പരീശന്റെ പേര് ശിമോൻ എന്നാണ്. 40-ാമത്തെ വാക്യം നോക്കുക. കർത്താവ് അവനെ പേര് ചൊല്ലി വിളിക്കുന്നു. ശിമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞു. അപ്പൊ ശിമോൻ എന്ന് പറഞ്ഞ ഒരു പരീശൻ കർത്താവിനെ ഭക്ഷണത്തിന് വിളിച്ചു. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഒരു അതിഥി വന്നാൽ അതിഥിയെ എന്ത് വേണം? അതിഥിയുടെ കാല് കഴുകണം, അതിഥിയെ തൈലം പൂശണം, അതിഥിക്ക് ചുംബനം നൽകണം, ഇതൊക്കെ വേണം. പക്ഷെ ഈ പരീശൻ അതൊന്നും കർത്താവിന് കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ കർത്താവ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൻ അവിടുന്ന് കർത്താവ് ആ ശീമോൻ എന്ന് പറയുന്ന പരീശന്റെ വീട്ടിൽ അവിടെ നിൽക്കുമ്പോൾ, അവിടെ ഭക്ഷണത്തിനായിട്ടായിരിക്കുമ്പോൾ, അവിടെ കർത്താവ് ഭക്ഷണത്തിനിരുന്നപ്പോൾ ഇതാ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ, ഞാൻ ഈ ഭാഗം വായിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ ഈ കാര്യം പറഞ്ഞു പോകാം. 37-ാമത്തെ വാക്യം. ആ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ഈ പരീശനായ ശീമോന്റെ വീട്ടിൽ വന്നു. ശീമോന്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഈ കർത്താവിനുമായിട്ട് കർത്താവിൻ്റെ പ്രസംഗങ്ങളും കർത്താവിൻ്റെ പെരുമാറ്റവും പാപികളായ ആളുകളോടുള്ള കർത്താവിൻ്റെ കനിവും അവരെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനുള്ള കർത്താവിൻ്റെ താല്പര്യവും ഒക്കെ ഇവൾക്ക് ഒരു മാനസാന്തരത്തിന്റെ ഉള്ളിൽ ഒരു നുറുക്കത്തിന്റെ അനുഭവം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ആ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ചെന്ന് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഇങ്ങനെ ആ ശിമോൻ കൊടുക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഇവള് നൽകി. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ നൽകിയത്? തീർച്ചയായും ശിമോനിൽ നിന്ന് വ്യത്യാസമായ ഒരു ഹൃദയനില അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് കർത്താവിനോടൊരു സ്നേഹവും നന്ദിയും ബഹുമാനവും ഉണ്ടായിരുന്നു. അതിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് ഇവിടെ എടുത്ത് പറയുന്നില്ല. പക്ഷേ നമുക്കിങ്ങനെ ഊഹിക്കാം. പാപിനിയായ ആളുകള്, ഒറ്റപ്പെട്ടു പോയ ആളുകള്, തകർന്നു പോയ ആളുകള്, ഒരു ആടിനെ പോലെ ആ നിലയില് അന്യാധീനപ്പെട്ടു പോയ ആളുകള്, അതിനെയൊക്കെ തേടി വന്ന ഇടയനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവ് ഇവളെയും അവളുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് അവളെ സ്വാതന്ത്ര്യപ്പെടുത്തി അവൾക്കൊരു നല്ല ജീവിതത്തിന്റെ കാഴ്ചപ്പാട് നൽകിയിരിക്കും. അതിന്റെ നന്ദിയായിട്ട് അവൾ എന്ത് ചെയ്തു? അവള് കർത്താവിന്റെ കാലുകൾ തൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകി, തൻ്റെ തലമുടി കൊണ്ട് തുടച്ചു, കാല് ചുംബിച്ചു, ആ കാലിൽ പരിമള തൈലം പൂശി. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതാ കർത്താവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ആ പരീശൻ ശിമോൻ, അവന് അത് കണ്ടിട്ട് എന്താ അവന്റെ മനസ്സിൽ ചിന്തിച്ചത്? 39-ാം വാക്യം, ലൂക്കോസ് 7:39. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അതെന്താ കാരണം? ഈ പരീശന് ബൈബിളൊക്കെ നല്ല പോലെ അറിയാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് ഈ പാപിനിയായ സ്ത്രീ അല്ലെങ്കിൽ മോശക്കാരിയായി ജീവിക്കുന്ന ഒരു സ്ത്രീ അവൾ എന്ത് ചെയ്യരുത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 23-ാം അധ്യായം ആവർത്തന പുസ്തകം 23-ന്റെ 18-ാമത്തെ വാക്യം നോക്കുക. ആ ഭാഗമാണ് ആവർത്തനം 23-ന്റെ 18 ഇവന് ഇവിടെ മനസ്സിൽ ചിന്തിച്ച് ഈ സ്ത്രീ ഇങ്ങനെയുള്ള ആളായതുകൊണ്ട് അവളുടെ ആദരവും
അവളുടെ പരിമള തൈലവും യേശു കൈക്കൊള്ളരുതായിരുന്നു. അങ്ങനെ കൈക്കൊണ്ടത് ശരിയായില്ല എന്ന് ചിന്തിക്കാൻ കാരണം ആവർത്തന പുസ്തകം 23:18 അവിടെ എന്താ പറയുന്നത്? വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. നോക്കുക, പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അതിന് കിട്ടുന്ന പ്രതിഫലം, അല്ലെങ്കിൽ വേറൊരാൾ ഒരു നായെ വിറ്റു അതിന്റെ വില, ഇതൊന്നും പഴയ നിയമം അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ആലയത്തിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. അത് നേർച്ചയായിട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇവിടെ ഇതാ ദൈവപുത്രൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ, ആ ആൾ എന്തോ ചെയ്യുന്നു? പാപിനിയായ സ്ത്രീയുടെ അവൾക്ക് കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് അത് കൊടുത്ത് അവൾ വാങ്ങിച്ച പരിമള തൈലം അവൾ കാലെ പൂശിയപ്പോൾ അത് സ്വീകരിക്കുന്നു. അയ്യോ, അങ്ങനെ ചെയ്യാമോ? ചെയ്യാൻ പാടില്ലെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് പരീശൻ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് ഈ കാര്യത്തിൽ ആരുടെ കൂടെ ആയിരുന്നു? കർത്താവ് ഈ കാര്യത്തിൽ എഴുതപ്പെട്ട ആ നിലയിലുള്ള ചില നിയമങ്ങൾ വെച്ചിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഹൃദയനിലയെ കർത്താവ് മറികടന്നു പോകുന്നില്ല. കർത്താവ് എന്താ? കരയുന്ന അവളുടെ ഹൃദയനില മനസ്സിലാക്കി, അവളുടെ മാനസാന്തരം മനസ്സിലാക്കി, അവളുടെ നന്ദി മനസ്സിലാക്കി, കർത്താവിനോടുള്ള അവളുടെ സ്നേഹം മനസ്സിലാക്കി. ആ കർത്താവ് എന്ത് ചെയ്യുന്നു? ആ കർത്താവ് അവളോട് കൂടെ നിൽക്കുന്നു. പരീശൻ ഇത് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും ഈ നിലയിൽ ഒരു സിംപ്ലിസിറ്റി ഉണ്ടെങ്കിൽ, ഒരു തകർച്ചയുണ്ടെങ്കിൽ, ഒരു അനുതാപം ഉണ്ടെങ്കിൽ, ഒരു പശ്ചാത്താപം ഉണ്ടെങ്കിൽ, ഒരു നന്ദി ഉണ്ടെങ്കിൽ, കർത്താവിനോടൊരു സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹത്തെ കർത്താവിന് മറികടന്നു പോകാൻ ഒക്കുകയില്ല. കർത്താവിൻ്റെ ഒരു ചിലർ പറയും ഒരു വീക്ക്നെസ് എന്ന് പറയും. കർത്താവിന് വല്ല വീക്ക്നെസ്സും ഉണ്ടോ? കർത്താവിന് ഒരു വീക്ക്നെസ്സും ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദയവേത് ഈ ബ്രദർ അമേരിക്കയിൽ പോയി ഏതാണ്ട് ദുരുപദേശം കൊണ്ടുവന്നു എന്ന് ദയവായിട്ട് പറയരുത്. കർത്താവിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. കരയുന്ന, യഥാർത്ഥത്തില് നിലവിളിക്കുന്ന ഒരു ഹൃദയത്തെ മറികടന്നു പോകാൻ ഒക്കുകയില്ല. ഇതൊരു രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് കർത്താവിനെ വേണോ? സഹോദര സഹോദരി, നീ നിന്റെ വലിയ ഭാവം വിട്ട് നീ ഒരു താഴ്മയിലേക്ക് വരിക. നീ എന്ത് വേണം? നീ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ, സ്നേഹമുള്ള ഒരു ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയാൽ കർത്താവിന് ആ കണ്ണുനീരിനെ മറികടന്നു പോകാനൊക്കെയില്ല. ഈ പാപിനിയായ സ്ത്രീയെ ആവർത്തന പുസ്തകത്തില് 23:18 എഴുതിയ ആ വചനത്തെ പോലും മറികടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പരീശൻ അത് മനസ്സിലാകുന്നില്ല. പരീശൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇന്ന വാക്യമനുസരിച്ച് അത് അങ്ങനെയാണല്ലോ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ദൈവത്തെ അടയ്ക്കാനാണ് മതം എപ്പോഴും ശ്രമിക്കുന്നത്. ഈ പരീശനെയൊക്കെ നമുക്ക് മതത്തിന്റെ ആളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. എന്നാൽ യഥാർത്ഥ ആത്മീയത കർത്താവിൻ്റെതാണ്. കർത്താവ് മതത്തിന്റെ കൂടല്ല. മതത്തിന്റെ ചില ചട്ടക്കൂടിനകത്ത് കർത്താവിനെ അടയ്ക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിൻ്റെ അകത്ത് നിൽക്കുകയില്ല. കർത്താവ് ആത്മീയതയുടെ ആളാണ്. നമുക്ക് കർത്താവിനെ ഈ നിലയിൽ കർത്താവുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ മുന്നോട്ട് പോയാലും, എത്ര നാളുകൾ മുന്നോട്ട് പോയാലും നമ്മൾ എന്ത് വേണം? നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ആ കർത്താവിൻ്റെ നമ്മളോട്, ആ കർത്താവിനോടുള്ള സ്നേഹത്തോടെ, നന്ദിയോടെ, ആ നിലയിൽ നമ്മുടെ അവസ്ഥയിലുള്ള തകർച്ചയോടെ നമ്മളായിരിക്കുമെങ്കിൽ കർത്താവ് നമ്മളെ വിട്ടുപോകുകയില്ല. കർത്താവ് ഈ പാപിനിയെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മളെയും ചേർത്ത് പിടിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. ഈ കാര്യം ഈ ബൈബിളില് ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുള്ള പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് എന്തോ ചെയ്യുമായിരുന്നു? പൗലോസ് തൻ്റെ ജീവിതത്തില് കർത്താവിനെ നോക്കുമായിരുന്നു. എഴുതപ്പെട്ട ഒരു വചനമോ ഒരു നിയമമോ, പൗലോസ് ആരായിരുന്നു? താന് പഴയ നിയമം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ആളാണ്. എല്ലാം അറിയാം.
പരീശന്മാരിൽ നിന്ന് തിരിച്ച പരീശൻ, എല്ലാം താൻ തന്റെ കുറിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളാണ്. പക്ഷേ താന് എന്ത് ചെയ്യും? താന് കർത്താവിന്റെ ഈ പ്രത്യേകത മനസ്സിലാക്കിയവനായിരുന്നു. അതുകൊണ്ട് താന് ഒരു എഴുതപ്പെട്ട ഒരു വചനത്തിന്റെ ആ നിലയിലുള്ള ഒരു തടവുകാരനായിരുന്നില്ല. താൻ എന്ത് ചെയ്യും? താന് കർത്താവിനെ നോക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ. എന്താ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്നാണ് വേദപണ്ഡിതന്മാർ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്താ വേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ. പൂർത്തി വരുത്തുക എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ അക്കംപ്ലീഷ് ചെയ്യുന്ന, അതിനെ പൂർണ്ണമാക്കുന്ന അവനാണ് കർത്താവ്. ആ കർത്താവിനെ നമ്മൾ നോക്കണം. ആ കർത്താവിനെ നോക്കുമ്പം എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പൗലോസിന്റെ ജീവിതത്തിൽ ആ കർത്താവിനെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? തനിക്ക് തൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ ഒരു പശ്ചാത്താപവും ആ നിലയില് താനൊരു നിലവിളിയും താന് സത്യസന്ധതയോടെ കർത്താവേ നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള നിലയിൽ കർത്താവിനോട് ഹൃദയം കൊണ്ട് അടുത്തു വരുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. എന്താ അവിടെ പറയുന്നത്? 1 തീമോഥെയോസ് 1:15 പൗലോസിന്റെ നിലവിളി എന്താ? ഞാന് ആ പാപികളിൽ ഒന്നാമൻ എന്നാണ് പൗലോസ് നിലവിളിക്കുന്നത്. 1 തീമോഥെയോസ് 1:15 പൗലോസ് എന്താ പറയുന്നത്? പാപികളിൽ ഞാന് ഒന്നാമൻ. പൗലോസ് എന്താ പാപം ചെയ്തു? പൗലോസ് അങ്ങനെ വലിയ പട്ടിയപ്പെട്ട പാപമൊന്നും ചെയ്തതായിട്ട് അതും വെറും ഒരു പാപി എന്നല്ല പറയുന്നത്, പാപിയിൽ ഒന്നാമൻ എന്നാ പറയുന്നത്. അങ്ങനൊന്നും ചെയ്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിട്ടും താൻ എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പുകഴാതെ എൻ്റെ ജീവിതം എന്നാലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തണം, ഞാന് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ എൻ്റെ മനോഭാവത്തില് ഒക്കെ ഇപ്പോഴും പാപത്തിൻ്റെതായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നൊരു നിലവിളി പോലെ ഇവിടെ ഇതാ പൗലോസ് പറയുക. 1 തീമോഥെയോസ് 1:15 പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുക. അങ്ങനെ പറയുമ്പോ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഈ പൗലോസിനെ കടന്നു പോകാനായിട്ടൊക്കെയില്ല. നോക്കുക, പൗലോസ് എങ്ങനെയാ കർത്താവുമായിട്ടുള്ള ഈ അടുപ്പം ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും കർത്താവിനെ നോക്കുക. കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിന്റെ വിശുദ്ധിയെ കാണുമ്പം തൻ്റെ ജീവിതത്തിന്റെ കുറവിനെ കണ്ട് കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവ് അവനോടൊപ്പം നിൽക്കുക. ഇതൊരൊറ്റപ്പെട്ട വാക്യമല്ല. നമ്മൾ നോക്കുക, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യവും ഇതുപോലെ നമുക്കറിയാവുന്ന ഒരു വാക്യമോ. അവിടെ എന്താ പറയുന്നത്? അവിടെ ഈ കർത്താവിലേക്ക് നോക്കിയിട്ട് ഇതാ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാന് അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ള ഒരു നിലവിളിയാണ് പൗലോസിൽ നിന്ന് അവിടെ ഉയരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിചാരിക്കുക ഈ പാപിനിയായ സ്ത്രീയെ പോലൊന്നും അല്ല ഞാൻ, അല്ലെങ്കിൽ മറ്റ് ചുങ്കക്കാരെ പോലൊന്നും അല്ല ഞാൻ പല കാര്യത്തിലും മെച്ചമാണ് എന്ന് പറഞ്ഞ് നമ്മള് ആ നിലയില് നമ്മുടെ ആ പുകഴ്ചയില് അതില് നമ്മൾ തൃപ്തിപ്പെട്ട് ഒരു സ്വയതൃപ്തി കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മള് ഡിഫൈൽഡ് ആയി പോകാം. ശുദ്ധവും അൺഡിഫൈൽഡുമായിട്ടുള്ള ഒരു ഡിവോഷനിൽ നമ്മൾ ഡിഫൈൽഡ് ആയി പോകാം. അതിൻ്റെ അകത്ത് നമ്മൾ ചിലതുകൂടെ കൂട്ടിച്ചേർത്ത്, നമ്മുടെ പുകഴ്ചയൂടെ കൂട്ടിച്ചേർത്ത്, നമ്മുടെ സ്വയതൃപ്തിയൂടെ കൂട്ടിച്ചേർത്ത് മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് അവരെക്കാൾ ഞാൻ കേമനാണ് എന്നുള്ള ചിന്തയും ഒക്കെ വന്ന് നമ്മൾ എന്തായി പോകാം? ഈ സിമ്പിൾ പ്യുവർ ഡിവോഷൻ നമുക്ക് നഷ്ടമായി പോകാം. അതുകൊണ്ട് കർത്താവിനെ നോക്കുന്നത് നമ്മുടെ ശീലമാകട്ടെ. കർത്താവിനെ നോക്കുമ്പോൾ എപ്പോഴും കുറ്റബോധത്തെ ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പിശാച് ഈ കാര്യം കണ്ടിട്ട് അവൻ എന്തോ കൊണ്ടുവരാം? അവൻ പലപ്പോഴും കുറ്റം വിധി കൊണ്ടുവരാം. അയ്യോ ഞാൻ ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു കുറ്റം വിധി കൊണ്ടുവരാം. ആ കുറ്റം വിധിയെ നമ്മൾ താലോലിക്കരുത്. നമ്മൾ എന്ത് വേണം? എൻ്റെ ഈ കുറവ്
തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ച കർത്താവ് തീർച്ചയായിട്ടും അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്. കർത്താവ് ആരെ തേടിയാ വന്നത്? പാപിയെ തേടിയാ വന്നത്. അപ്പൊ ഞാൻ എന്നെ ഇപ്പൊ പാപിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയാ കർത്താവ് വന്നത്. മനസ്സിലായില്ലേ? അതേസമയം ഞാൻ എന്നെ തന്നെ വിശുദ്ധനായിട്ട് കണ്ടാൽ എനിക്ക് എന്ത് വേണ്ട? കർത്താവിനെ ആവശ്യമില്ല. കാര്യം കർത്താവ് പാപിക്ക് വേണ്ടിയാ വന്നത്. ഇവിടെ നമ്മൾ പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും പറ്റിയ കുഴപ്പം ഇതാണ്. അവരെ തന്നെ വലിയൊരു നിലയിൽ കണ്ടു. അവർക്ക് എന്ത് വേണ്ട? കർത്താവിനെ ആവശ്യമില്ല. അതേസമയം പാപിനിയായ സ്ത്രീക്കോ, അയ്യോ കർത്താവേ, നീ ഇല്ലാതെ പറ്റുകയില്ല, നിന്റെ രക്തത്താൽ എന്നെ കഴുകാതെ പറ്റുകയില്ല. ആ നിലയിൽ ഒരു നിലവിളി അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ കടന്നു പോയാലും നമുക്ക് ആ നിലവിളി ഉണ്ടാവണം. കർത്താവിൻ്റെ അടുത്ത് ആ ഒരു സിംപ്ലിസിറ്റി ഉണ്ടാവണം. ഇതിൻ്റെ അകത്തൊരു ലാളിത്യമുണ്ട്. ലോകത്തിന് ഈ ലാളിത്യം വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. ഈ ഒരു സിമ്പിൾ, അതേസമയം തന്നെ പ്യുവറായ, കൂട്ടിച്ചേർപ്പില്ലാത്ത ഒരു ഡിവോഷൻ നമുക്ക് കർത്താവുമായിട്ട് വേണം. പറഞ്ഞു വന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ നോക്കുക, 18-ാം അധ്യായം. 18-ാമത്തെ അധ്യായത്തിൽ വരുമ്പോ നമ്മളിപ്പോ ലൂക്കോസ് 7 കണ്ട ആ പാപിനിയായ സ്ത്രീയും പരീശനും തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമ്മൾ കണ്ടു. അവിടെ എന്ത് സംഭവിച്ചു? പാപിനിയായ സ്ത്രീയെ അവളുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ട് അവൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് പോയി. അതേസമയം പരീശന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതാണ് 7-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. നമ്മൾ സമയച്ചുരുക്കം കൊണ്ട് അതെടുത്ത് വായിക്കുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ നിലയില് നമ്മൾ വിചാരിക്കരുത് നമുക്ക് കൂടുതൽ പാപം ചെയ്താലേ എന്തു പറ്റുള്ളൂ, കർത്താവുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഇതിന്റെ ഒരു മറുവശത്തേക്ക് പോകരുത്. വിശുദ്ധനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ താൻ എന്ത് ചെയ്തു? താൻ കർത്താവിങ്കിലേക്ക് നോക്കിയപ്പോ കർത്താവിന്റെ ജീവിതവും തൻ്റെ ജീവിതവും തമ്മിലുള്ള ആ താരതമ്യത്തിൽ താൻ എന്ത് കണ്ടു? ഞാൻ പാപിയിൽ ഒന്നാമൻ എന്ന് തന്നെ കണ്ടു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് തന്നെ കണ്ടു. ആ നിലവിളി തൻ്റെ ഹൃദയത്തിലുണ്ട്. ആ നിലവിളി എവിടെയെങ്കിലും കേട്ടാൽ കർത്താവ് തിരക്കിൽ പോവുകയാണെങ്കിലും തിരിഞ്ഞു നിൽക്കും, അവനെ ആശ്വസിപ്പിക്കും. കാരണം കർത്താവിൻ്റെ ഒരു സ്വഭാവം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീക്ക്നെസ് അതാണ്. ഒരു നിലവിളിയുടെ മുമ്പിൽ, ഒരു തകർന്ന ഹൃദയത്തിന്റെ മുമ്പിൽ, ഒരു മാനസാന്തരപ്പെട്ട ഒരാളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, ഒരു സ്നേഹത്തിന്റെ കർത്താവിനോട് അടുത്ത് വരുന്ന ഒരു ആ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്യല? മാറിപ്പോകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് വന്നാലും, ആത്മീയ രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നമ്മൾ എന്താ വേണ്ടത്? കർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയും കർത്താവിൽ തന്നെ നിൽക്കുകയും വേണം. പൗലോസ് ആ രഹസ്യം കണ്ടെത്തി. പൗലോസ് അങ്ങനെ നിന്നു. ഇവിടെ ഇതാ നമ്മൾ ലൂക്കോസ് 18 വരിക. ലൂക്കോസ് 18 അവിടെ ഇപ്പം ഇവിടെ പരീശനും ഒരു ചുങ്കക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ ലൂക്കോസ് 7 പരീശനും പാപിനിയായ ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു കണ്ടതെങ്കിൽ, ഇവിടെ ഇതാ 18-9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, അവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നമ്മൾ ഇവിടെ കാണുക. ഇവിടെ നോക്കണം, പരീശൻ അവൻ നിന്നോണ്ട് അവൻ പറയുക, അവൻ എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്ന വാക്യമാണ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് എന്തുവാ പറയുന്നത്? ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. എന്നൊക്കെയാണ് ഈ പരീശൻ പ്രാർത്ഥന പോലെ പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്തുവാ പ്രാർത്ഥനയൊന്നും നമ്മൾ കാണുന്നില്ല. അവൻ ഒത്തിരി അവൻ്റെ പുകച്ചം പറയുക. അവൻ അവിടെ നിന്ന് തന്നെ അഭിനന്ദിച്ച്, വേറെ ആരും അവൻ്റെ തോളിൽ അഭിനന്ദിച്ച് തട്ടാനില്ലാത്തപ്പോൾ താൻ തന്നെ തൻ്റെ തോളിൽ അഭിനന്ദിച്ച് തട്ടിക്കൊണ്ട് പറയുക, ഞാൻ അവരെ പോലൊന്നുമല്ല, ഞാൻ ആരാ മോനെ, ഞാൻ എന്തോ ചെയ്യുന്നു? ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു,
നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. അല്ലാതെ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, ഈ നിൽക്കുന്ന ചുങ്കക്കാരൻ, ഇവരെ പോലൊന്നും അല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ നിന്നെ വാഴ്ത്തുന്നു. അവന്റെ ഹൃദയം അവനാൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. അവന്റെ സ്വയത്തിന്റെ പുകഴ്ചയാണ് അവന്റെ ഉള്ളു നിറയെ. അതേസമയം നോക്കുക, ഇവിടെ ചുങ്കക്കാരൻ എന്താ ചെയ്യുന്നത്? അതിന്റെ 13-ാമത്തെ വാക്യം, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഫലമെന്താ? പാപിയാണെന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ കഴുകാതിരിക്കാനൊക്കെയില്ല. കണ്ടോ, അവൻ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടടുത്ത വാക്യം പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. ആരാ മറ്റവൻ? പരീശൻ. സ്വന്തം പുകഴ്ച പറഞ്ഞ ആള്. അവൻ എന്ത് ചെയ്തില്ല? അവൻ നീതീകരിക്കപ്പെട്ടില്ല. നീതീകരിക്കപ്പെട്ടത് ആരേ ഉള്ളൂ? സ്വന്തം കുറവ് കണ്ട് കർത്താവേ എന്നോട് കരുണയുണ്ടാകണേ എന്ന് പറഞ്ഞ ആള് മാത്രമാണ് നീതീകരിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എന്ത് വേണം? നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. കർത്താവിൽ തന്നെ ആയിരിക്കണം. കർത്താവ് പാപിയെ തേടിയാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ വാഗൊണ്ട് വെറുതെ പാപിയാണേ എന്ന് പറയുന്നതല്ല. അതല്ല വേണ്ടത്. മറിച്ച് എന്താ? നമുക്ക് കർത്താവിങ്കിലേക്ക് കണ്ണുയർത്തുമ്പോഴേ പൗലോസിനെ പോലെ നമുക്ക് എന്ത് കാണാനൊക്കെയുള്ളൂ? നമ്മുടെ പാപ്പരത്വം കാണാനായിട്ടൊക്കെയുള്ളൂ. അതുമാത്രമേ നമ്മളെ ഒരു നിലവിളിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതുമാത്രമേ നമ്മളെ ഒരു നുറുക്കത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ആ നുറുക്കവും നിലവിളിയും, കർത്താവെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ രക്തം എനിക്ക് ആവശ്യമുണ്ട്, എന്നെ നീ സഹായിക്കണം, നീ എന്നെ കടന്നു പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അങ്ങനെ നമുക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ട് അടുത്ത ഒരു ബന്ധം നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. ഈ കാര്യമാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ജയജീവിതത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ജയജീവിതം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേൽ ജയമുള്ള ജീവിതമാണ്. ഓക്കെ, പാപത്തിന്റെ മേൽ ജയമുള്ള ജീവിതം. പക്ഷേ ഈ പാപത്തിന്റെ മേൽ ജയമുള്ള ഈ ജീവിതം, ആ ജയജീവിതം എവിടെയാണ് നമുക്കത് കൈയാളാൻ കഴിയുന്നത്? ഒരു ദൈവഭൃത്യൻ ഇങ്ങനെ പറഞ്ഞു, ജയജീവിതത്തിനായിട്ടുള്ള ആ പ്രയാണം തന്നെയാണ് ജയജീവിതം. പറഞ്ഞത് മനസ്സിലായോ? വിക്ടോറിയസ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? നമ്മള് എന്നെങ്കിലും ചെന്ന് എത്തിപ്പെടുന്ന ഒരു ലക്ഷ്യസ്ഥാനം എന്നുള്ളതിനപ്പുറത്ത് ആ ദൈവഭൃത്യൻ അതിനെ ഇങ്ങനെയാ പറഞ്ഞത്, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ തന്നെ ദൈവം എന്ത് കാണും? വിക്ടോറിയസ് ലൈഫായിട്ട് കാണും. പലരും നമ്മുടെ ജയജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് എന്നാ ഞാൻ ഈ ജയജീവിതത്തിലേക്ക് കടക്കുക, കുറച്ച് ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കുമ്പോൾ കടന്നെന്നാ തോന്നുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോഴാണ് വീട്ടിലൊരു പ്രശ്നം വന്നു, സംഗതി പോയി, ഇനി എന്തുവാ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് എവിടെയെങ്കിലും അച്ചീവ് ചെയ്യുന്ന ഒരു ലക്ഷ്യസ്ഥാനം, അതിനായിട്ടുള്ള ഒരു പ്രയാണം ഉള്ളപ്പോൾ തന്നെ ആ പ്രയാണത്തിൽ നമ്മൾ സത്യസന്ധരായിട്ടിരുന്നാൽ, നമ്മളുടെ കുറവുകളെ കാണുകയും കർത്താവെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും കർത്താവിൻ്റെ മുമ്പാകെ നുറുങ്ങപ്പെട്ട ഒരു ജീവിതത്തോടെ, നമ്മുടെ കുറവുകളെ കണ്ട് നുറുങ്ങപ്പെട്ട ഒരു ജീവിതത്തോടെ ആ വിജയകരമായ ജീവിതത്തിനായിട്ട് നിരന്തരം നമ്മൾ ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്നാൽ ആ പ്രോസസ്സ് തന്നെ, ആ പ്രയാണം തന്നെ, ആ യാത്ര തന്നെ എന്തായി? അത് തന്നെ ഒരു വിജയകരമായ ജീവിതമായിട്ട് കണക്കാക്കും എന്നാണ് ഞാൻ പറഞ്ഞ ദൈവദാസനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്ര മുന്നോട്ട് പോയാലും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ
കർത്താവ് എന്ത് ചെയ്യും? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്തായി? നമ്മൾ കർത്താവിൻ്റെ മകനായി, മകളായി, കർത്താവിലായി തീർന്നു. കർത്താവിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം, അതിൻ്റെ ആ ധന്യത നമുക്ക് ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉടനീളം നമുക്കത് കൈയാളണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആവശ്യമുള്ളവരായിട്ടും നമ്മളൊരു ലാളിത്യമുള്ളവരായിട്ടും ഒരു വിനയമുള്ളവരായിട്ടും നമ്മൾ എത്തിച്ചേർന്ന ആത്മീയ നിലയെക്കുറിച്ചൊരു പുകഴ്ചയോ പൊങ്ങച്ചമോ സ്വയതൃപ്തിയോ ഇല്ലാത്തവരായിട്ടും നമ്മളായിരിക്കണം. എങ്കിലേ ദൈവത്തിന് അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, നമ്മളെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. നോക്കുക, നമ്മളെ കർത്താവിലായിരിക്കുക. അപ്പം ഇത് ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പ്രായോഗിക തലം എന്താ? നമ്മളെന്താ വേണ്ടത്? നമ്മളെപ്പോഴും നിലവിളിച്ചും കരഞ്ഞും ഇരിക്കണമെന്നാണോ പറയുന്നത്? അതെ, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് സാഹചര്യങ്ങൾ തരുമ്പോൾ, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുറവ് കണ്ട് നമ്മൾ നിലവിളിക്കണം. എന്നാൽ ഈ ഒരു കാര്യത്തിനായിട്ടൊരു ഓപ്പണായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. അതിന് പകരം പരീശൻ്റെയൊക്കെ ഹൃദയം എന്തായിപ്പോയി? പരീശന്റെ ഹൃദയം അടഞ്ഞുപോയി. താന് നേടിയ ആ ആത്മീയതയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ മതപരമായ ആ ഒരു വളർച്ച, അതിലുള്ള തൃപ്തി കൊണ്ട് അവൻ്റെ ഹൃദയം അടഞ്ഞുപോയി. അതുകൊണ്ട് കർത്താവിനെ അവന് ആവശ്യമില്ലാത്തവനായിട്ട് അവനായിപ്പോയി. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവിനെ നമുക്ക് ആവശ്യമുള്ളവരായിട്ട് നമ്മളായിരിക്കണം. ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ട് കർത്താവിങ്കിലേക്ക് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ കൂടുതൽ 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 തന്നോട് അടുപ്പിച്ചു കൊണ്ടുവരും. ഈ ഒരു ലൈഫ്, ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച. ഈ വളർച്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യല? മറ്റൊരാളെ കുറച്ച് കാണുകയില്ല. ഇന്ന് പലരും മറ്റു പല വിശ്വാസികളെ കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാ? അവർ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പരീശന്റെ ആ മനോഭാവത്തിൽ വന്ന് പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ നോക്കി അവൻ പുകഴ്ച പറഞ്ഞു. മറ്റുള്ളവരെ നോക്കി അവരെ എല്ലാ കുഴപ്പക്കാരാണെന്ന് കണ്ടോ? ഇങ്ങനെ ഒരു മനോഭാവത്തിൽ പോയാൽ അവനെ രക്ഷിക്കാനായിട്ട് കർത്താവിന് കഴിയില്ല. മറിച്ച് ആ ചുങ്കക്കാരനെ പോലെ നമ്മുടെ മനോഭാവം ഒരു താഴ്മയോടുകൂടിയതും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ അക്നോളജ് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ നേരെ ചൂണ്ടാൻ വിരലുണ്ടാവുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. ഇവിടെ ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിൽ അവന് മറ്റൊരാളുടെ നേരെ വിരല് ചൂണ്ടുന്നില്ല. ഈ പരീശനെ പോലെ അല്ലെങ്കിൽ ഇന്നാരെ പോലെ അങ്ങനെ ചൂണ്ടാൻ അവന് വിരലില്ല. അവൻ എന്ത് ചെയ്തു? അവന്റെ വിരലെല്ലാം മടക്കി അവനൊരു മുഷ്ടിയാക്കി അവൻ അത് സ്വന്തം മാറത്ത് ഇട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയല്ലേ? ചുങ്കക്കാരനോ ദൂരത്തെ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. അവന് മറ്റൊരാൾക്ക് നേരെ ചൂണ്ടാൻ വിരലില്ലായിരുന്നു. ആ വിരലെല്ലാം മടക്കി അവന് സ്വന്തം മാറത്തടിക്കണമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം ഈ നിലയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരാളെ എന്ത് ചെയ്യാനില്ല? അയാളെ ചെറുതാക്കി കാണാനായിട്ടില്ല, മറ്റൊരാളെ തുച്ഛീകരിക്കാനായിട്ടില്ല, മറ്റൊരാളുടെ നേരെ ചൂണ്ടാനായിട്ടൊരു വിരലില്ല. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ഞാൻ എടുത്ത് വായിച്ചില്ല. നമുക്കറിയാമല്ലോ, അവനെ കൂടുതൽ ഇളച്ചു കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്തു? കൂടുതൽ സ്നേഹിച്ചു. അതിന്റെ 47-ാമത്തെ വാക്യം.
7:47. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. നമുക്ക് അല്പം സ്നേഹിച്ചാൽ പോരാ, നാള് കഴിയുന്തോറും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഒരാൾ ചോദിച്ചല്ലോ, വചനത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. വചനത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നാണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. എന്നിട്ട് അതിനോട് ചേർത്ത് കർത്താവ് എന്താ പറഞ്ഞു? കർത്താവ് പറഞ്ഞു, അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മത്തായി 22:36 മുതൽ 39 വരെ. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അതിന് മറുപടി പറയുന്നത് എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2 കൽപ്പന എങ്ങനെയാണ് നമുക്ക് പാലിക്കാൻ ഒക്കുന്നത്? അതിൻ്റെ രഹസ്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താ? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ എന്ത് ചെയ്യും? കൂടുതൽ സ്നേഹിക്കും. ആരെ സ്നേഹിക്കും? ദൈവത്തെ സ്നേഹിക്കും. അപ്പൊ കൂടുതൽ ഇളച്ചു കിട്ടിയെന്ന് കാണണമെങ്കിൽ സ്വന്തം പാപത്തെ, സ്വന്തം കുറവുകളെ വലുതായിട്ട് കണ്ടാലേ അത്രയും കർത്താവ് എനിക്ക് ഇളച്ചു തന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത് ഇളച്ചു തന്നു എന്ന് കാണാനായിട്ട് കഴിയുള്ളൂ. അതിനു പകരം ജീവിതത്തിലെ കുറവുകളെയൊക്കെ അത് സാരമില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘുവായിട്ട് കണ്ടാൽ എന്താ? കൂടുതൽ ഇളച്ചു കിട്ടി എന്ന് നമുക്ക് ബോധ്യം വരികയില്ല. കൂടുതൽ ഇളച്ചു കിട്ടി എന്ന ബോധ്യം വന്നാലേ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഒക്കൂ എന്നാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ കുറവുകളെ വലുതായിട്ട് കാണുക. എങ്ങനെ അത് കാണാൻ ഒക്കും? കർത്താവിനെ നോക്കുമ്പോൾ, യേശുവിനെ നോക്കുമ്പോൾ നമുക്കത് വലുതായിട്ട് കാണാൻ ഒക്കും. അത് വലുതായിട്ട് കണ്ട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കർത്താവ് ഉടനെ തന്നെ അത് കഴുകി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് എന്തോ പറയാൻ ഒക്കും? അവൻ എനിക്ക് വളരെ ഇളച്ചു തന്നു, വളരെ ഇളച്ചു കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ. അങ്ങനെ പൂർണ്ണത എന്നൊരു കാര്യം വെക്കുക. പൂർണ്ണതയിൽ എപ്പോഴേലും ചെല്ലാൻ ഒക്കുമോ? അതൊരു യാത്ര തന്നെയാണ്. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് പോയി മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കൂടുതൽ ഇളച്ചു കിട്ടി എന്ന് നമ്മൾ കണ്ടാലേ കൂടുതൽ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരാനായിട്ട് കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പം നമ്മൾ പറഞ്ഞു, അങ്ങനെ നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നമുക്ക് മറ്റൊരാടെ നേരെ ചൂണ്ടാൻ വിരലില്ല. കൂട്ടുകാരനെയും എന്ത് ചെയ്യും? 2-ാമത്തെ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. മത്തായി 22:39. 2-ാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോ കൂട്ടുകാരനെ സ്നേഹിക്കുക, ദൈവം നമുക്ക് തന്നിട്ടുള്ള സഹോദരവർഗത്തെ സ്നേഹിക്കുമ്പോൾ അതെങ്ങനെയാ കഴിയുന്നത്? അവരെ നോക്കി ഈ പരീക്ഷം ചെയ്യുന്നത് പോലെ ഈ നിൽക്കുന്ന സഹോദരൻ, ഈ നിൽക്കുന്ന സഹോദരി ഇവരെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു താരതമ്യത്തിൽ സ്വയം ഒരു പുകഴ്ച എടുത്താൽ അത് നടക്കുകയില്ല. മറിച്ച് നമുക്ക് അവരുടെ നേരെ ചൂണ്ടാൻ വരലില്ല. കാര്യം അവർക്ക് തെറ്റുണ്ടെങ്കിൽ നമ്മുടെ തെറ്റ് അതിനേക്കാൾ വലുതാണ് എന്ന് കർത്താവിന്റെ വെളിച്ചത്തിൽ കണ്ട് നമ്മൾ അവരെയൊക്കെ സ്വതന്ത്രരായിട്ട് വിടുന്നു. അവർക്ക് നേരെ ചൂണ്ടാൻ വരലില്ലാതെ ഇരുന്നു. നമ്മൾ അവരെ സ്നേഹിക്കുന്നു. എൻ്റെ സഹോദരനും ഈ ഒരു വഴിയിലാണ്. അവനും എന്നെ പോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയില് പാപക്ഷമ വേണ്ടവനായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ലാതെ അവനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ടൊക്കും. അങ്ങനെ കൂട്ടുകാരനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും. കണ്ടോ? അങ്ങനെ ഈ 2 കൽപ്പന പാലിക്കണമെങ്കിലും ഈ കാര്യം നടന്നാലേ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ
അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ അല്ലാതെ എന്നെ ഈ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ നമ്മൾ കൂടുതൽ അവനിൽ വസിക്കുകയും, അവനിൽ അങ്ങനെ വസിക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? നമ്മിൽ കൂടുതൽ വസിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താ, ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായ ഒരു ജീവിതമാകും, ഒരു പാടുപെട്ട ഒരു ജീവിതമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ഒരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആ ട്രാക്റ്റ് നമ്മൾ അതായത് അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയ ഒരു വടത്തിലൂടെ ഒരു അഭ്യാസി നടക്കുന്നതിനെ കുറിച്ചാണ് ആ കഥ വലിയ പറയുന്നത്. അഭ്യാസി പരസ്യം ചെയ്തു, ഞാൻ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ വലിച്ചു കെട്ടിയ ഒരു ചെറിയ വടത്തിന് മുകളിൽ കൂടെ നടക്കാൻ പോകുക. ഈയോടാ, ഈ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടാൽ തന്നെ ആളുകൾ പേടിച്ചു പോകും. അതിൻ്റെ അകത്തെങ്ങാനും കാല് തെറ്റി വീണെങ്കിൽ പിന്നെ തീർന്നു. അപ്പൊ അതിന്റെ മുകളിൽ ഒരു വടം വലിച്ചു കെട്ടി അതേ കൂടെ ഒരുത്തൻ നടക്കുകയോ? അഭ്യാസിയാണ് അദ്ദേഹം പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് വന്നുകൂടി. ഈ അഭ്യാസി എന്ത് ചെയ്തു? ആളുകളെല്ലാം വന്നുകൂടിയപ്പോൾ ആ വടം നയാഗ്രയ്ക്ക് കുറുകെ രണ്ടു വശത്തും വലിച്ചു കെട്ടി ഒരറ്റത്തു നിന്ന് ഈ വടത്തെ കയറി മെല്ലെ നടന്നപ്പോ എന്ത് സംഭവിച്ചു? നടന്നപ്പോൾ താഴെ നിന്ന് കരഘോഷമൊക്കെ ഉയർന്നു. പക്ഷേ ഈ അഭ്യാസി അതൊന്നും ശ്രദ്ധിക്കാതെ താൻ വളരെ സൂക്ഷ്മതയോടെ ചുവട് വെച്ച് അക്കരെ എത്തിയിട്ട് താൻ പറഞ്ഞു, കണ്ടോ, ഞാൻ ഈ വടത്തിലൂടെ നടന്നു വന്നു, നിങ്ങളൊക്കെ എന്നെ കൊണ്ട് ഈ വടത്തിൽ കൂടെ നടക്കാൻ ഒക്കുമെന്ന് നിങ്ങളൊക്കെ സമ്മതിക്കുന്നു? ഉടനെ ഇത് കാണാനായിട്ട് കൂടി എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങേക്ക് മാത്രമേ ഇങ്ങനെ നടക്കാൻ ഒക്കുകയുള്ളൂ, അങ്ങ് വളരെ മിടുക്കനാണ്, നയാഗ്രയുടെ മുകളിലൂടെ ഉള്ള ഈ വടത്തെ കൂടെ അങ്ങേക്ക് നടക്കാൻ ഒക്കും, അങ്ങ് വളരെ മഹാനാണ് എന്നൊക്കെ താഴെ നിന്ന് ആളുകൾ പറഞ്ഞു. ഉടനെ രണ്ടാമത് ഈ അഭ്യാസി ഒരു കാര്യം ചോദിച്ചു, എന്നാൽ ഞാനിപ്പം ഇത് നയാഗ്രയുടെ ഒരു സൈഡിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങേ സൈഡിലാണല്ലോ വന്നത്, ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വേറൊരു അഭ്യാസം കൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും, നിങ്ങൾ ഓഡിയൻസിൽ ആരെങ്കിലും ഒരാള് എൻ്റെ തോളത്ത് കയറിയിരുന്നാൽ ഞാൻ ആളിനെയും കൊണ്ട് നടന്ന് അക്കരെ എത്താം. അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാവരും കരഘോഷം മുടക്കി. പക്ഷേ ഈ അഭ്യാസി പറഞ്ഞു, ആര് വരും, നിങ്ങളിൽ ആര് വരും? അപ്പൊ അത് കേട്ടപ്പോ ഈ കരഘോഷം മുഴക്കിയവരൊക്കെ പൂച്ചയ്ക്ക് കയറിയിട്ടതുപോലെ പതുക്കെ പിൻവലിയാൻ തുടങ്ങി. കാരണം സംഗതി ശരിയാണ്, ഇദ്ദേഹം ഈ വടത്തിലൂടെ നടന്ന് ഇക്കരെ വന്ന ആളാണ്. പക്ഷേ ഈ ആളിന്റെ തോളത്ത് എന്തോ വിശ്വസിച്ചാ കയറിയിരിക്കുന്നത്. ഗ്രഹപ്പിഴയ്ക്ക് വല്ലതും കാല് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂടെ പോകും. എങ്ങനെയാ ഈ അഭ്യാസിയുടെ തോളത്ത് കയറിയിരിക്കാൻ ഒക്കുന്നത്? ആരും തയ്യാറായില്ല. പക്ഷേ ഈ അഭ്യാസി പിന്നെയും ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. കായിക അഭ്യാസി ഈ ചെറുപ്പക്കാരനെ തോളിലെടുത്ത് വെച്ചിട്ട് ഇങ്ങേ കരയിൽ നിന്ന് പതുക്കെ വടത്തിലൂടെ മെല്ലെ നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ തോളത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ താഴോട്ട് നോക്കുമ്പം ആർത്തലച്ചു വരുന്ന നദിയും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് അവനാകെ നടുങ്ങിപ്പോയി. ഉടനെ അഭ്യാസി പെട്ടെന്ന് നടത്തം നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, നിക്ക്, നീ എൻ്റെ തോളത്ത് കയറി ഇരുന്നാൽ മാത്രം പോരാ, നീ എന്ത് വേണം? നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എന്നിൽ സമർപ്പിക്കണം. നീ അല്ലാതെ എൻ്റെ തോളത്തിരുന്നോണ്ട് ഈ കാഴ്ചയെല്ലാം കൂടെ കണ്ട് പേടിച്ച് നടുങ്ങി വിറയ്ക്കാൻ തുടങ്ങിയാൽ എന്തോ പറ്റും? ഞാനും നീയും കൂടെ ആ വിറച്ച് ഇതിൻ്റെ അകത്ത് വീണു പോകും. നീ അതുകൊണ്ട് വെറും ഒരു ഇമോഷനും ഇല്ലാതെ നീ സ്വസ്ഥമായിട്ട് എൻ്റെ തോളത്തിരുന്നാലേ എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ ഒക്കുകയുള്ളൂ? അക്കരെ കൊണ്ടുപോകാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് നീ വെള്ളച്ചാട്ടത്തെ നോക്കി, ഇവിടെ നിന്ന് ഉയരുന്ന ആ പതയൊക്കെ നോക്കി ആ നിലയിൽ പേടിച്ച് കിടുങ്ങി വിറച്ച് എൻ്റെ തോളത്തിരുന്ന് നടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചാൽ എന്ത് സംഭവിക്കും? എൻ്റെ ബാലൻസ് പോകും, ഞാൻ വെള്ളത്തിൽ പോകും, നീയും ആ കൂട്ടത്തിൽ പോകും. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എന്നിൽ സമർപ്പിക്കും. നിനക്കിതൊക്കെ കാണുമ്പോൾ പേടിയാണെങ്കിൽ കണ്ണടച്ച് നിന്നെ തന്നെ എന്നിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് എൻ്റെ തോളത്ത് അനങ്ങാതിരിക്കാമെങ്കിൽ മാത്രം ഞാൻ അപ്പുറം പോകാം. എന്നാലേ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം
കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരന് മറ്റു മാർഗമൊന്നുമില്ല, ചെറുപ്പക്കാരൻ അക്കരെ പോകണമല്ലോ. ഏതായാലും ഈ ഇദ്ദേഹത്തിന്റെ തോളത്ത് കയറുകയും ചെയ്തു. ആ ചെറുപ്പക്കാരൻ കണ്ണുകൾ അടച്ചു. തൻ്റെ മനസ്സ് ഈ ഈ അഭ്യാസി തന്നെ അക്കരെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ധൈര്യത്തോടെ ഇരുന്നു. ഈ തോളത്തിരിക്കുന്ന ആളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചലനമൊന്നും ഉണ്ടാകാതിരുന്നപ്പോ അഭ്യാസിക്ക് വളരെ ഭംഗിയായിട്ട് ഈ ചുമടും വഹിച്ചുകൊണ്ട്, ഈ ആളിന്റെ ഭാരവും വഹിച്ചുകൊണ്ട് ഈ കയറിന്റെ മറ്റേ അറ്റത്ത് നിന്ന് തുടങ്ങിയിടത്തേക്ക് ഈ നയാഗ്രയുടെ മുകളിൽ കൂടെ നടന്നു ചെല്ലാനായിട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കയ്യിലുള്ള നമ്മൾ നേരത്തെ ഇറക്കിയിട്ടുള്ള ഒരു ട്രാക്റ്റിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കഥ. പ്രിയപ്പെട്ടവരെ, ഈ കായികാഭ്യാസി ആരാണ്? കർത്താവാണ്. ഈ തോളത്തിരിക്കുന്നവരാരാണ്? ഞാനും നീയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് സമർപ്പിക്കുക. അപ്പൊ പറയും, ഞങ്ങള് ബ്രദറെ 25 കൊല്ലം മുമ്പ് ഞാൻ അവിടെ തിരുനക്കര കൺവെൻഷന് ഞാൻ കൈപൊക്കിയതാ, അന്ന് രക്ഷിക്കപ്പെട്ടതാ. ശരി, സമ്മതിച്ചു സുഹൃത്തെ. പക്ഷേ അതല്ല ചോദിച്ചത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതല്ല. നീ ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ. നമ്മൾ കണ്ടുപിടിച്ച 4 വാക്കുകളാണ്. ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ. അങ്ങനെ ഒരു സറണ്ടർ നിനക്കുണ്ടോ? എന്ത് വന്നാലും കർത്താവ് എന്നെ നോക്കിക്കോളും, കർത്താവ് അത് ചെയ്യും എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ തന്നോടൊപ്പമായിരുന്നാൽ അവിടുന്ന് ഈ ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് കൊണ്ടുവന്നെത്തിക്കും.